കുഞ്ഞുനാളിൽ എൻ്റെ ഒരു ആഗ്രഹം സ്കൂളിൽ പഠിപ്പിക്കണം എന്നായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വലുതായപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു കോളേജിലൊക്കെ പ്രൊഫസർ ആവണം. പക്ഷേ എൻ്റെ ആഗ്രഹം വേറെയാണെന്ന് എൻ്റെ വാപ്പയാണ് പറഞ്ഞത്, നീ ഒരു ഡോക്ടർ ആവണം. പക്ഷേ എനിക്ക് BDS MBBS കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ BDSന് പോയി. പിന്നെ കുറേ നാളുകളായിട്ട് എൻ്റെ പ്രൊഫഷൻ തന്നെ ഇത് തന്നെയാണ്, BDS ഡെൻ്റൽ സർജൻ. പിന്നെ എൻ്റെ മോനെ പഠിപ്പിച്ചപ്പോഴും ഞാനൊരു 1 man ഷോ ആയിരുന്നു. എൻ്റെ വാപ്പയെ കണ്ടാൽ ഞാൻ പഠിച്ചത്. മെക്കാനിക്സും മെഷീനും രണ്ടും ഒരേ സ്പെല്ലിങ്. അപ്പോൾ വാപ്പയുടെ മുമ്പിൽ പോയി ഞാൻ പതറും, എങ്ങനെ ഇത് മാറിപ്പോകുന്നു. അപ്പോൾ മോനെ പഠിപ്പിച്ചപ്പം പിന്നെ കുഴപ്പമില്ല, മോൻ ഇപ്പം ഡിഗ്രി ഫൈനൽ ഇയറായി. പക്ഷേ മോളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം ആ മോൻ പഠിച്ച ടെക്നിക്സ് അല്ല മോൾ പഠിക്കുന്നത്. അപ്പം മോൾ പറയും, ഇങ്ങനെ അല്ല പഠിപ്പിക്കേണ്ടത്, മിസ്സ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണല്ലോ, എന്താ ഉമ്മച്ചി ഇങ്ങനെ പഠിപ്പിക്കണം. അപ്പം തൊട്ടാണ് എനിക്ക് വേറൊരു പ്രൊഫഷനും കൂടെ വേണമെന്നും അവളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ഞാനായിരിക്കണമെന്നും ഇനി എൻ്റെ വരുന്ന ആ എൻ്റെ പേരക്കുട്ടികൾക്ക് ഞാൻ വലിയ നല്ലൊരു ഗ്രാൻഡ് പാരൻ്റ് ആവണം. അങ്ങനെ ഞാനിങ്ങനെ തപ്പി കണ്ടുപിടിച്ചപ്പോൾ ഫേസ്ബുക്കാണ് എന്നെ ഇതിലേക്ക് തള്ളിയിട്ടത്. പക്ഷെ തള്ളിയിട്ടതല്ല, ഞാനത് പഠിച്ച് നേടും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ സാറിൻ്റെ ക്ലാസ് ഞാനെല്ലാം യൂട്യൂബ്സിൽ കാണാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു പാർട്ട് ടൈം ബിസിനസ്സായിട്ട് തന്നെ ഞാനിത് കൊണ്ടുപോകാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ വരാനും എല്ലാവരും പരിചയപ്പെടാനും കിട്ടിയത് സന്തോഷം.